ദീപകം ഹൃദയോദ്ദീപകം ജീവദായകം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ദുഷ്ടൻ അവനെ തൊടുകയില്ല എന്നുള്ള തിരുവചന വാഗ്ദാനത്തെ ഒരു പൊതു ശീർഷകമാക്കിക്കൊണ്ട് നമ്മൾ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഒന്നൊന്നായിട്ട് ധ്യാനിക്കുകയാണല്ലോ ഈ ഒരു വിചിന്തന പരമ്പരയിലൂടെ. പരമ്പരയുടെ 64-ാമത്തെ സെഷനിലേക്കാണ് നമ്മളിന്ന് കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ സെഷനിൽ നമ്മൾ കർത്തൃ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. കഴിഞ്ഞ 1-2 സെഷനുകളായിട്ട് ദൈവരാജ്യത്തിൻ്റെ ശക്തമായ ഒരു പ്രാർത്ഥനയാണ്, പോരാട്ടമാണ്, ആയുധമാണ് കർത്തൃ പ്രാർത്ഥന. അത് നരകരാജ്യത്തിനെതിരെയുള്ള പ്രാർത്ഥനയാണ് എന്നൊരു വ്യക്തതയിൽ നമ്മൾ ആ പ്രാർത്ഥനയെ സമീപിക്കുകയായിരുന്നു. അത് നമ്മൾ കൂട്ടിച്ചേർത്തോ പിടിപ്പിച്ചോ അല്ലെങ്കിൽ ന്യായമായിട്ടല്ലാതെ അടിച്ചേൽപ്പിച്ചോ എടുക്കുന്ന ഒരു വ്യാഖ്യാനമല്ല, മറിച്ച് ആ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക്, ആന്തരികമായി അതിൻ്റെ അടിസ്ഥാനങ്ങളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന അതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ 2 സെഷൻ കാണുകയുണ്ടായി. ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ വീണ്ടും ഇത് ദൈവരാജ്യത്തിൻ്റെ പ്രാർത്ഥനയാണ്, നരകരാജ്യത്തിനെതിരെയുള്ള പോരാട്ട പ്രാർത്ഥനയാണ് എന്ന് വ്യക്തമാക്കുന്ന മറ്റൊരു വിശദീകരണവും കൂടെ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നൽകുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ നേരത്തെ ഈ വേദിയിൽ അതേപ്പറ്റി ഞാൻ എവിടെയോ ഒന്ന് പറഞ്ഞു പോന്നിട്ടുണ്ട്. എങ്കിലും സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2850, 51, 52 ഒക്കെ ഖണ്ഡികളിലാണ് എന്നാൽ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള യാചനയെക്കുറിച്ചുള്ള വ്യാഖ്യാന സഭ നൽകുന്നത്. അതേക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ 2851-ാമത്തെ ഖണ്ഡികയിൽ നമ്മളിങ്ങനെ സഭ പഠിപ്പിക്കുന്നത് വായിക്കുകയാണ്. ഈ യാചനയിൽ തിന്മ ഒരു അമൂർത്ത അവതരണം അല്ല, പിന്നെയോ സാത്താൻ, ദുഷ്ടൻ, ദൈവത്തെ എതിർക്കുന്ന മാലാഖ എന്നിങ്ങനെ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിൽ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, അല്ലെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള പറയുന്നിടത്ത് ഒരല്പം ഒരു ആശയക്കലക്കം പോലെ പ്രത്യേകിച്ചും ഈ കുറേ നാളുകളായിട്ട് ഉണ്ട്. ബെനഡിക്റ്റ് പാപ്പയുടെ ജീസസ് ഓഫ് നസറത്ത് എന്നുള്ള പുസ്തകത്തെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ. അതിൻ്റെ 1-ാം വോളിയത്തിൽ സ്വർഗസ്ഥനായ പിതാവ് എന്ന ഈ പ്രാർത്ഥനയെക്കുറിച്ച് പാപ്പ വ്യാഖ്യാനിക്കുന്നുണ്ട്. അവിടെ വ്യാഖ്യാനിച്ച് വരുമ്പോൾ പാപ്പ അവിടെ പറയുന്നുണ്ട്, ഡെലിവർ അസ് ഫ്രം ഈവിൾ എന്ന് ജർമ്മൻ ഭാഷയിലെ വിവർത്തനം ചൂണ്ടിക്കാണിച്ചിട്ട് പാപ്പ പറയുകയാണ്. ഈവിൾ എന്ന് പറയുന്നിടത്ത് ചെറിയക്ഷരത്തിലുള്ള ഈ വെച്ചുള്ള ഈവിൾ ആണ് പലയിടത്തും ഇന്ന് കാണുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ വരേണ്ടത് വലിയക്ഷരം ഈ വെച്ചുള്ള ഈവിൾ 1, O ക്യാപിറ്റൽ വെച്ച് വലിയക്ഷരം വെച്ചുള്ള ONE, ദി ഈവിൾ 1, ഡെലിവർ അസ് ഫ്രം ദി ഈവിൾ 1. അതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ കൃത്യമായ അർത്ഥം. വെറുതെ തിന്മ എന്ന് പറഞ്ഞു പോകുന്ന ഒരു വിവർത്തനം അത്ര കറക്റ്റല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബെനഡിക്റ്റ് ബനാൻ പാപ്പ തൻ്റെ പ്രസക്തി പങ്കുവെക്കുന്നുണ്ട്. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആനന്ദിച്ച് ആഹ്ലാദിക്കുന്നു എന്നുള്ള ഈ ഒരു ഉദ്ബോധന രേഖയെക്കുറിച്ച് ഇടയ്ക്ക് നമ്മൾ കണ്ടതാണല്ലോ. ഇതിൻ്റെ 2018 മാർച്ച് 19 പാപ്പ നൽകിയ പ്രബോധനമാണിത്. 5 അധ്യായങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. 5-ാമത്തെ അധ്യായം ആത്മീയ പോരാട്ടം, ജാഗ്രത, വിവേകം എന്ന് പറഞ്ഞുകൊണ്ടാണ് പാപ്പ കൊടുക്കുന്നത്. അതിനകത്ത് പറഞ്ഞു വരുമ്പോൾ പാപ്പ ഇങ്ങനെ പറയുകയാണ്. 160-ാമത്തെ ഖണ്ഡികയിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചപ്പോൾ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് സ്വർഗസ്ഥനായ പിതാവിനോട് അപേക്ഷിച്ചുകൊണ്ട് അത് ഉപസംഹരിക്കാൻ അവിടുന്ന് നമ്മോട് ആവശ്യപ്പെട്ടു.
തിന്മ എന്ന വാക്ക് അമൂർത്തമായിട്ടല്ല ഉപയോഗിച്ചിരിക്കുന്നത്. പാപ്പ എടുത്തു പറയുകയാണ്, അമൂർത്തമായിട്ടല്ല, ചുമ്മാ ഒരു ആശയ സങ്കല്പമാത്രമായിട്ടല്ല. പിന്നെയോ കൂടുതൽ കൃത്യമായ ഒരു പരിഭാഷ ദുഷ്ടാരൂപി എന്നായിരിക്കും. അതാണ് ബെനഡിക്ട് പാപ്പയും പറയുന്നത്, ഡെലിവറസ് ഫ്രം ഈവിൾ എന്ന് മൊത്തത്തിലുള്ള ഒരു അമൂർത്തമായിട്ടുള്ള എന്തെങ്കിലും തിന്മയുടെ ശക്തികൾ, തിന്മകൾ, വിവിധങ്ങളായത് അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നൊരു വ്യാഖ്യാനം അതല്ല അതിന് വിവർത്തനാർത്ഥം. പഠിപ്പിച്ച ഈശോ ഉദ്ദേശിക്കുന്നത് കൃത്യമായ അർത്ഥം വരണമെങ്കിൽ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് ചൊല്ലണം. ഡെലിവർ അസ് ഫ്രം ദി ഈവിൾ വൺ. ഇതിലൂടെ പാപ്പ തുറന്നു പറയുകയാണ്, നമ്മെ ആക്രമിക്കുന്ന വ്യക്തിപരമായ ഒരു അസ്തിത്വത്തെ അത് സൂചിപ്പിക്കുന്നു. നമ്മെ ആക്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ദുഷ്ടൻ, സാത്താൻ. വ്യക്തിയായിട്ട് തന്നെ കാണണം. അങ്ങനെ കണ്ടു വേണം ഈ പ്രാർത്ഥനയെ പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഇവിടെ സഭയുടെ ഈ മതബോധന ഗ്രന്ഥത്തിലും തുറന്നു പറയുകയാണ്, നമ്മൾ വായിച്ചല്ലോ 2851, ഈ യാചനയിൽ തിന്മയൊരു അമൂർത്ത അവതരണമല്ല, പിന്നെയോ സാത്താൻ, ദുഷ്ടൻ, ദൈവത്തെ എതിർക്കുന്ന മാലാഖ എന്നിങ്ങനെ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു. വീണ്ടും തുടരുകയാണ്, ദൈവത്തിൻ്റെ പദ്ധതിയുടെയും ക്രിസ്തുവിൽ പൂർത്തിയായ രക്ഷാകര പ്രവർത്തനത്തിൻ്റെ മുൻപിൽ പ്രതിബന്ധമായി തന്നെ സ്ഥാപിക്കുന്നവനാണ് പിശാച്. പ്രതിബന്ധമായി സ്ഥാപിക്കുന്നവനാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ, ക്രിസ്തുവിൽ പൂർത്തിയായ രക്ഷാകര പദ്ധതി ദൈവത്തിൻ്റെ പദ്ധതി. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ മുമ്പിലും പ്രതിബന്ധമായി തന്നെ സ്ഥാപിക്കുന്നവനാണ് സാത്താൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ വിശുദ്ധ പോളാറാം പാപ്പ നൽകിയ ഡെലിവറസ് ഫ്രം ഈവിൾ എന്നുള്ള ആ ഒരു പ്രബോധനത്തെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ, 1972 നവംബർ 15 നൽകിയത്. അത് നൽകാനിടയായ പശ്ചാത്തലം നമ്മൾ ശ്രദ്ധിച്ചതാണ് ഏതാനും ശേഷം മുമ്പ്. അവൾ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞിട്ട് മനോഹരമായി വലിയ പ്രത്യാശയോടെ ഊർജ്ജസ്വരതയോടെ സഭയെ നയിക്കാനായിട്ട് നോക്കിയിട്ട് 7 വർഷം കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഉദ്ദേശിച്ച കാര്യങ്ങൾ പോകുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളും തടസ്സങ്ങളും എല്ലാം. സഭയുടെ അന്തരീക്ഷമാകെ സ്മോക്ക് ഓഫ് സൈറ്റൻ ഓർക്കുന്നുണ്ടല്ലോ നമ്മൾ കണ്ടത്. പുക വന്ന് കയറിയിട്ട് ഒരു വീടിനകത്ത് പുക നിറഞ്ഞാൽ നമ്മൾ ബോധം കെട്ട് വീഴുകയോ അറ്റാക്ക് വന്ന് മരിക്കുകയോ ഒന്നും ചെയ്യുകയല്ല. പക്ഷേ നമുക്കവിടെ പെരുമാറാനുള്ള സുഖം മുഴുവൻ പോകും. കണ്ണ് നിറഞ്ഞ് മൂക്കൊലിച്ച് ശ്വാസം മുട്ടും, അങ്ങനെയെല്ലാം സംഭവിക്കും. പുക നിറഞ്ഞ ഒരു പെരയ്ക്കകത്ത്, മുറിക്കകത്ത്. ആ അവസ്ഥയാണ് സഭയ്ക്കകത്ത് വന്നിരിക്കുന്നത്. അഗ്ലി, ക്ലൗഡി, ഡാർക്ക്, സ്റ്റോമി എന്നൊക്കെ പാപ്പ പറഞ്ഞ് കണ്ടതാണ്. അപ്പം കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നതിന് തടസ്സം വരുന്നു. ആ തടസ്സത്തിൻ്റെ മുമ്പിൽ പാപ്പ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ധ്യാനിച്ചപ്പോൾ കിട്ടിയ വ്യക്തതയിലാണ് പാപ്പ പറഞ്ഞത്, ദൈവജനത്തിൻ്റെ ഒന്നാമത്തെ ആവശ്യം സാത്താനെ നിലയ്ക്ക് നിർത്തുക എന്നുള്ളതാണ്. അത് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കിട്ട് ഇതുപോലെ കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് ഇവിടെ CCCയിൽ പറയുന്നത്, ദൈവത്തിൻ്റെ പദ്ധതിയുടെയും ക്രിസ്തുവിൽ പൂർത്തിയായ രക്ഷാകര പ്രവർത്തനത്തിൻ്റെ മുൻപിൽ പ്രതിബന്ധമായി തന്നെ സ്ഥാപിക്കുന്നവനാണ് പിശാച്. പ്രതിബന്ധമായി സ്ഥാപിക്കുന്നു. ഫിലിപ്പിൽ വെച്ച് പത്രോസ് തടസ്സം പറഞ്ഞു എന്നല്ലേ പറയുന്നത്. പ്രതിബന്ധം, തടസ്സപ്പെടുത്താൻ തുടങ്ങി. ദൈവം കനിയട്ടെ, നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ ഈ കുരിശുമരണം. പത്രോസ് തടസ്സപ്പെടുത്തുകയാണ്. കണ്ടോ, തടസ്സത്തിൻ്റെ അരൂപിയാണ്. അപ്പോൾ ഈശോ പറയുന്ന മറുപടി എന്താണ്? ശകാരിക്ക് നിങ്ങൾ സാത്താനെ ഇതിൻ്റെ മുമ്പിൽ നിന്ന് നീ എനിക്ക് പ്രതിബന്ധമാണ്. കണ്ടോ, പ്രതിബന്ധമാണ്. തെസ്സലോനിക്ക ലേഖനം 1-ാം ലേഖനത്തിൽ 2-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിലും തെസ്സലോനിക്ക സന്ദർശിക്കാനായിട്ട് ഞാൻ 2 പ്രാവശ്യം പരിശ്രമിച്ചു എഴുതുകയാണ്. പക്ഷേ സാത്താൻ തടസ്സപ്പെടുത്തി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങളുണ്ടാകുന്നിടത്ത് സാത്താൻ്റെ ഒരു ഇടപെടൽ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അവൻ അടിസ്ഥാനപരമായിട്ട് തടസ്സപ്പെടുത്തിക്കൊണ്ട് തന്നെ സ്ഥാപിക്കുന്നവനാണ്. വീണ്ടും ഇവിടെ തുടരുകയാണ്, ആരംഭം മുതലേ കൊലയാളിയും നുണയനും നുണകളുടെ പിതാവും പ്രപഞ്ചത്തെ മുഴുവൻ ചതിക്കുന്നവനുമായ സാത്താനിലൂടെ പാപവും മരണവും ലോകത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആരംഭം മുതലേ കൊലയാളിയും നുണയനും നുണകളുടെ പിതാവുമാണ്, തിന്മ തന്നെയാണ്. അപ്പോൾ നമ്മളിത് ഈ വ്യക്തത എടുക്കുമ്പോൾ നമ്മുടെ അനുദിന പ്രാർത്ഥനയിലും ഒരല്പം ശ്രദ്ധ എടുക്കുന്നത് നല്ലതാണ്. ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയുടെ വിവർത്തനങ്ങൾ ബെനഡിക്ട് പാപ്പ പറഞ്ഞു ജർമ്മൻ ഭാഷയിൽ, ഇംഗ്ലീഷ് ഭാഷയിൽ അതേപറ്റി വിവർത്തനം സൂചിപ്പിച്ചല്ലോ. ഡെലിവറസ് ഫ്രം ഈവിൾ എന്നുള്ളതല്ല, ഡെലിവറസ് ഫ്രം ദി ഈവിൾ വൺ. ഇതാണ് കൃത്യമായ പരിഭാഷ എന്നിവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ തെളിച്ച് പറഞ്ഞിരിക്കുകയാണ്. ദി ഈവിൾ വൺ, ദുഷ്ടൻ. അപ്പോൾ നമ്മൾ മലയാളത്തിൽ ഈ സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലുന്നിടത്തും 2-ാമത്തെ ഭാഗത്തിന് 2 വിവർത്തനങ്ങൾ ലഭ്യമാണെന്ന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. 2 വിവർത്തനങ്ങൾ. ഒന്ന്, അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞ് ആരംഭിച്ച് തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു പോകുന്ന ഒരു പ്രാർത്ഥനാ ശൈലി ഉണ്ട്.
അതേസമയം ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞ് ആരംഭിച്ച് ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു പോകുന്ന ഒരു വേർഡിങ്ങുമുണ്ട്. ഇതിൽ രണ്ടാമത്തേതാണ് കൂടുതൽ കറക്റ്റായിട്ടുള്ളത്. കൂടുതൽ കറക്റ്റ് എന്ന് പറയുമ്പം ഈശോയുടെ ഉള്ളത്തോട് കൃത്യമായിട്ട് ചേർന്ന് വരുന്ന വിവർത്തനം ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമെന്നാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മളുടെ ഔദ്യോഗികമായ പ്രാർത്ഥനാക്രമങ്ങളിലെല്ലാം ഈ രണ്ടാമത്തെ വേർഡിങ്ങാണ്, പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുർബാന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണേ, അങ്ങനെയല്ല പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അത് പ്രാർത്ഥിച്ച് വരുമ്പോൾ ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. നേരത്തെ സൂചിപ്പിച്ചതായ കുർബാനക്രമത്തിലുള്ള എംബോളിസം എന്ന പ്രാർത്ഥന ഓർമ്മിക്കുന്നുണ്ടല്ലോ. നമ്മൾ കുർബാന സ്വീകരണത്തിന് മുമ്പുള്ള സ്വർഗ്ഗസ്ഥനായ ചൊല്ലിക്കഴിയുമ്പം അതിന് അവസാനത്തെ ഈ ഒരു യാചനയെ വിപുലീകരിച്ചുകൊണ്ട് വൈദികൻ ചെല്ലുന്ന ആ ഒരു ബഹിഷ്കരണ പ്രാർത്ഥന, അതിനകത്ത് ഇത് പറയുമ്പം ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് വിപുലീകരിച്ച് പറയുകയാണ്. ഇപ്പോൾ കുർബാനക്രമത്തിന് ഈ ഒരു പദപ്രയോഗം ഉപയോഗം നൂറ്റാണ്ടുകളായിട്ട് സഭയുടെ ആദ്യ നാളുകൾ മുതലേ സഭ ഉപയോഗിച്ച് വരുന്ന വേർഡിങ്ങാണ്. അപ്പോൾ ഇനി അന്നു വേണ്ടി ആഹാരം എന്ന് ചൊല്ലിയിട്ട് തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറയുന്ന വേർഡിങ് എവിടുന്ന് വന്നതാണ്? അത് ഇടക്കാലത്ത് ചില തിയോളജൻസൊക്കെ ഈ പിശാച് സാത്താനും ഒക്കെ പഴങ്കഥകളായി അങ്ങനെയൊന്നും ഒരു പാർട്ടി വ്യക്തിയായിട്ടില്ല എന്നൊക്കെ ചിന്തിക്കാനും പഠിപ്പിക്കാനും വാദിക്കാനും ഒക്കെ തുടങ്ങിയ സാഹചര്യമുണ്ടായി. അതിനോട് പ്രതികരിച്ചുകൊണ്ടാണ് ബെനഡിക്ട് പാപ്പയും ഞാൻ പറഞ്ഞ ജീസസ് ഓഫ് നാസറത്ത് എന്ന പുസ്തകത്തിൽ അങ്ങനെ ഒരു കമൻ്റ് എഴുതിയിരിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയും ഈ പ്രബോധനത്തിൽ എടുത്തു പറയാൻ കാരണം ഈ വിവർത്തനം വന്നിരിക്കുന്നത് കൊണ്ടാണ്. കാരണം കുറേ ദൈവശാസ്ത്രജ്ഞന്മാരും ദൈവശാസ്ത്ര ചിന്തകരും ഒക്കെ ഈ പിശാചിന് വ്യക്തിയായിട്ടങ്ങ് പരാമർശിക്കാനായിട്ട് തീരെ മനസ്സില്ലാത്ത പോലെ അങ്ങ് ആയിട്ടുണ്ട്. കാരണം ഈ പൈശാചിക അരുവി എന്ന് പറയുന്നത് നമുക്ക് ചിന്തിച്ച് കൂട്ടിയാൽ കിട്ടുന്നൊരു കാര്യമല്ല. പിശാച് ഒരു വ്യക്തിയാണെന്നൊക്കെ പറയാനായിട്ട് അനുഭവമില്ലാത്ത ഒരാൾക്ക് തീരെ സാധിക്കുകയില്ല. സ്കോട്ടം ബെക്ക് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സൈക്യാട്രിസ്റ്റ് തൻ്റെ പക്കലെത്തിയ ഒരു പെൺകുട്ടിയിലെ പൈശാചിക ബാധ, ഒരു പെൺകുട്ടി രോഗാവസ്ഥ ചികിത്സിക്കാൻ നോക്കിയിട്ട് വിജയിക്കാതെ, അദ്ദേഹം ക്രൈസ്തവനായിരുന്നില്ല, മാംസം പൊങ്ങാത്ത ആളായിരുന്നു. അവസാനം അദ്ദേഹം ഈ അച്ഛന്മാരോടൊക്കെ ചോദിച്ചിട്ട് ബൈബിളൊക്കെ എടുത്ത് വായിച്ചിട്ട് ഈ ബഹിഷ്കരണ പ്രാർത്ഥന നടത്താനായിട്ട് ഉദ്യമിക്കുന്ന ഒരു സംഭവമുണ്ട്. 2005 അമേരിക്കയിൽ കണക്റ്റിക്കറ്റിൽ അദ്ദേഹം മരിക്കുന്നത്. ഇപ്പോൾ അടുത്ത കാലം ജീവിച്ചത് മനുഷ്യനാണ്, അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ യൂട്യൂബിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം സഭയൊന്നും ചോദിച്ചിട്ട് കിട്ടിയില്ല. കാരണം പിശാചിനെ ബഹിഷ്കരിക്കുന്ന എക്സോർസിസം പ്രാർത്ഥനയൊക്കെ രൂപതകളിലൊക്കെ പ്രാബല്യത്തിൽ നൂറ്റാണ്ടുകളായിട്ടുള്ളതാണെങ്കിലും അത് ചെയ്യാനായിട്ട് അച്ഛന്മാരെ കിട്ടുന്നില്ല, മെത്രാൻ്റെ സഹായം കിട്ടിയില്ല. പക്ഷേ അദ്ദേഹത്തിന് ബോധ്യം തോന്നി ഈ യുവതിയിൽ ഇത് തന്നെയാണ് കേസ്, പൈശാചികമായ പീഡയാണ്, സൈക്കാട്രി കൊണ്ടൊന്നും ഒരു തരത്തിലും മെച്ചപ്പെടുന്നില്ല. അദ്ദേഹം തന്നെ ഇതേപ്പറ്റി എല്ലാം പഠിച്ചിട്ട് അദ്ദേഹം മറ്റൊരു ആൾക്കാരുടെ സഹായം തേടി അദ്ദേഹം അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം മാമോദിസ മുങ്ങുന്നുണ്ട്. ഒരു അകത്തോലിക്ക സഭയിൽ മാമോദിസ മുങ്ങി അവിടുത്തെ ബിഷപ്പിനെയും കൂട്ടി എന്നിട്ട് അദ്ദേഹം തന്നെ ഈ ഒരു ബഹിഷ്കരണ പ്രാർത്ഥന ഈ സ്ത്രീയുടെ മേലെ യുവതിയോട് നടത്തി. അങ്ങനെ ആ സ്ത്രീ ഒരു വിടുതലിലേക്ക് സൗഖ്യത്തിലേക്ക് വരുന്നത് പങ്കുവെക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഈ പെൺകുട്ടിയെ കൈകാര്യം ചെയ്യുന്നിടം വരെയും പിശാച് ഉണ്ടെന്ന് ഞാൻ ഒട്ടും വിശ്വസിച്ചിരുന്നില്ല. കേൾക്കുമ്പോഴൊക്കെ ഞാൻ സംശയിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ ഒരു എൻറ്റിറ്റി ഒന്നും ഇല്ല. നമുക്ക് ഈ ഭൂമിയിൽ മനുഷ്യരും ഈ മൃഗങ്ങളും ഈ പ്രപഞ്ചം ഇതൊക്കെയുള്ളൂ. അതല്ല ദൈവം എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തിയാണെന്നൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് ഒരു ശക്തിയുണ്ട്, നന്മയുടെ ശക്തിയുണ്ട്, അതുപോലെ തിന്മയുടെ ശക്തിയുണ്ട്, അത്രയേ ഉള്ളൂ, അതിനപ്പുറം ഒന്നുമില്ല. പക്ഷേ ഈശോ വന്ന് പഠിപ്പിച്ചത് ദൈവത്തെ വ്യക്തിയായിട്ട് തന്നെ വിളിക്കണം. അപ്പാ അബ്ബാ എന്ന് വിളിക്കണം, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കണം എന്ന് പറഞ്ഞ് ഈശോ ആഴത്തിൽ വ്യക്തതയോടെ പഠിപ്പിച്ച് ദൈവം വ്യക്തിയാണ്. അപ്പോൾ ദൈവം വ്യക്തിയാണെന്ന് നമ്മൾ തിയോളജിയൻസൊക്കെ അംഗീകരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അംഗീകരിക്കുന്ന തിയോളജിയൻസ് പക്ഷേ മറുവശത്ത് വ്യക്തികളായിട്ട് തിന്മയുടെ ശക്തികളുണ്ട്, അറിവുണ്ടെന്ന് എവിടെയോ അവർക്കതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ലാത്ത പോലത്തെ ഒരു അവസ്ഥ കയറി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഈ സ്കോട്ടം ബെക്ക് പറയുകയാണ്, ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഇങ്ങനെ ഒരു പിശാച് സാത്താനൊക്കെ ശക്തിയായിട്ടുണ്ട്, വ്യക്തിയായിട്ടുണ്ട് എന്ന്. പക്ഷേ ഈ പറഞ്ഞ പെൺകുട്ടിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ച് ആ പ്രാർത്ഥന ആരംഭിക്കുന്നിടം വരെ എനിക്ക് പൂർണ്ണ വിശ്വാസമില്ലായിരുന്നു. പ്രാർത്ഥന നടത്തിക്കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾ കടന്നു കഴിഞ്ഞപ്പം എനിക്ക് 100% ഉറപ്പായി ഇതൊരു വ്യക്തിയായിട്ട് തന്നെ ഉണ്ട് എന്ന് അദ്ദേഹം അത് ഉറപ്പായിട്ട് പറഞ്ഞ് സ്ഥാപിക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഈ പുസ്തകം കുറിപ്പ് വായിക്കുന്ന നിങ്ങൾക്കത് വിശ്വാസം വരും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം സീയിങ് ഈസ് ബിലീവിങ്, കണ്ടാലേ ബോധ്യമാവുള്ളൂ.
ഞാൻ ഈ പൈശാചിക അരുവികൾ വെളിപ്പെടുന്നതും അത് ഇറങ്ങിപ്പോകുന്നതും ആ കൊച്ചിന് അതിന് മുമ്പുണ്ടായിരുന്ന ദയനീയാവസ്ഥയും അത് കഴിഞ്ഞ് അവളിലുണ്ടായ വിടുതൽ സൗഖ്യമല്ല ഞാൻ നേരിട്ട് കണ്ട് കൈകാര്യം ചെയ്ത് കണ്ട് ബോധ്യപ്പെട്ട ആളാണ്. അവിടെ എനിക്കത് ബോധ്യമാണ്. ഇത് വായിക്കുന്ന നിങ്ങൾ ഇത് കേട്ടിട്ടേ ഉള്ളൂ. കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് ബോധ്യപ്പെടാൻ എളുപ്പമല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ തിയോളജീസ് ഒരുപാട് പേരിങ്ങനെ വായിച്ചും പഠിച്ചും ചിന്തിച്ചും മാത്രം കാര്യങ്ങളെ വിശകലനം ചെയ്ത് വന്നപ്പം ഈ പിശാചുക്കൾ എന്നൊക്കെ പറയുന്നൊരു തിന്മയുടെ ശക്തി മാത്രം ഒരു വ്യക്തി അല്ല എന്നൊരു ആശയമൊക്കെ വന്നു. അതിൻ്റെ ഒരു സ്വാധീനത്തിലാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയുടെ ഈ അവസാന ഭാഗത്ത് ദുഷ്ടാരൂപി ഞങ്ങൾ രക്ഷിക്കണമെന്ന് ഈശോ വ്യക്തമായിട്ട് പഠിപ്പിച്ചതിനെ അല്പം ഒന്ന് വെള്ളം ചേർത്തിട്ട് തിന്മയിലും ഞങ്ങളെ രക്ഷിക്കണേ. ഒരുപാട് തിന്മകളുണ്ടല്ലോ, രോഗങ്ങളുണ്ട്, അപകടങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, തടസ്സങ്ങളുണ്ട്, സാമ്പത്തിക തകർച്ചയുണ്ട്, അങ്ങനെ തിന്മകളിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി. അത് ദുഷ്ടാരൂപി എന്നൊക്കെ പറയുന്നതൊന്നും ഇല്ല എന്ന് തിയോളജി പഠിക്കുന്ന ആൾക്കാർ ആഴമായ ആത്മീയ ശുശ്രൂഷകൾ വ്യാപരിക്കുന്നില്ല എങ്കിലും അവർക്ക് ഒരിക്കലും പിശാചിനെ ഒരു വ്യക്തിയായിട്ട് ബോധ്യപ്പെടുകയല്ല. ഒരു പതിറ്റാണ്ടിലധികം ഗുഡ്നസ് ടിവിയോടൊപ്പം ആത്മീയ ജീവിതയാത്ര നടത്തിയ പ്രിയ പ്രേക്ഷകർക്ക് മുമ്പിൽ സാഭിമാനം സമർപ്പിക്കുന്നു. OTT പ്ലാറ്റ്ഫോമായ ആമസോൺ ഫയർ സ്റ്റിക്കിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Stay with God. ഞാൻ അച്ഛന്മാരുടെ ഒരു ഗ്രൂപ്പിൽ ക്ലാസ് എടുക്കാനായിട്ട് ചെന്നപ്പം 30-35 അച്ഛന്മാരുണ്ട്, ചെറുപ്പക്കാർ അച്ഛന്മാർ, 2 മാസം മുമ്പ്. അപ്പം അതിൻ്റെ പ്രാരംഭത്തിൽ ഞാൻ അവിടെ ചോദിച്ചു, പിശാച് ഒരു ശക്തി മാത്രമാണോ അതൊരു വ്യക്തിയാണോ? അതേപ്പറ്റി നിങ്ങളുടെ ബോധ്യം എന്താ? പിശാച് ഉണ്ടെന്ന് ബൈബിൾ പറയുന്നുണ്ട്, പ്രാർത്ഥനകളെല്ലാം ഉണ്ട് പിശാചിനെ പരാമർശം, നമുക്കത് വായിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇത് എന്താണിത്, എങ്ങനെ മനസ്സിലാക്കുന്നത്? ഈ പിശാച് ഒരു ശക്തി മാത്രമാണ്, ഒരു പഴയ സങ്കല്പം, തിന്മയെ അവതരിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സങ്കല്പമാണ്, ഒരു പേഴ്സണിഫിക്കേഷൻ വേണേൽ പറയാം. അല്ലാതെ റിയലായിട്ട് അങ്ങനെ ഒരു വ്യക്തി ഇല്ല. അങ്ങനെ റിയലായിട്ട് വ്യക്തി ഇല്ല എന്ന് ചിന്തിക്കുന്ന അച്ഛന്മാരെന്ന് കൈവെക്കാൻ പറഞ്ഞപ്പോൾ പകുതിയിലധികം അച്ഛന്മാർ കൈവക്കി. ഇതാ ഒരു ഗ്രൂപ്പ് മാത്രം മൊത്തത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ കയറി കിടക്കുന്നുണ്ട്. ഇതൊരു സാത്താൻ്റെ തന്നെ ഒരു വിജയമാണ്. ഞാനൊരിക്കലും ഈ വേദിയിൽ പറഞ്ഞിട്ടുണ്ട്, ഫുൾട്ടൻ ജയ്ഷീൻ എന്നുള്ള പ്രസിദ്ധനായ സുവിശേഷ പ്രഘോഷകൻ, ദേവദാസനാണെന്ന്. അദ്ദേഹം പറയുന്നുണ്ട്, ദൈവം തന്നെ അവതരിപ്പിക്കുന്നത് ഐ ആം ഹു ആം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ ആയിരിക്കുന്നവനാണ്, ഞാൻ ഉണ്ട്. ദൈവം തൻ്റെ പ്രവൃത്തികളിലൂടെ തന്നെ വെളിപ്പെടുത്തുകയാണ്. അത് മോശയുടെ പക്കൽ എരിയുന്ന മുൾപ്പടപ്പിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ആയിരിക്കുന്നവൻ ഞാനാണ്. അങ്ങനെ പറഞ്ഞ് വെളിപ്പെടുത്തി. അബ്രാഹത്തിനെ വെളിപ്പെടുത്തി, ഇസഹാക്കിനെ വെളിപ്പെടുത്തി, യാക്കോബിനെ വെളിപ്പെടുത്തി. അങ്ങനെ ഇങ്ങോട്ട് അനേക പ്രവാചകന്മാരിലൂടെ തന്നെ വെളിപ്പെടുത്തി അവസാനം പുത്രൻ വഴിയായിട്ട് പൂർണ്ണമായി വെളിപ്പെടുത്തേണ്ട ദൈവം നൽകി. ദൈവം ആരാണ് എന്താണെന്നുള്ളത്. അപ്പം ആയിരിക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞ് ദൈവം തൻ്റെ അസ്തിത്വം കാണിച്ചു തരികയാണ്. അതേസമയം സാത്താൻ പറയുന്നത്, ഈ ഫുൾട്ടൻ ജയ്ഷീൻ പറയാണ്, സാത്താൻ പറയുന്നത് ഐ ആം ഹു ആം നോട്ട്, ഞാൻ ഇല്ലാത്തവനാണ്, ഞാൻ ഇല്ല. കാരണം അവൻ കള്ളനാണ്, അവൻ വരുന്ന നശിപ്പിക്കാനും ചെതറിക്കാനും കൊല്ലാനുമാണ്. അങ്ങനെ വരുന്നവരെപ്പോഴും ഇരുട്ടിലും മറവിലുമാണ് വരാൻ പോകുന്നത്. ഇല്ല എന്ന് പറഞ്ഞ് വരികയാണ്. അപ്പോൾ സാത്താൻ ഇല്ല എന്നുള്ള ഒരു ചിന്ത അവൻ ഇങ്ങനെ സമൂഹത്തിൽ, പ്രത്യേകിച്ചും സഭയുടെ വക്താക്കൾക്കിടയിലും വിദ്യാഭ്യാസമുണ്ടെന്ന് അഭിമാനിക്കുന്ന വ്യക്തിയുടെ ഉള്ളങ്ങൾ അവൻ വിദഗ്ധമായിട്ട് വളരെ ആഴത്തിൽ കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി, ചാരപ്പണിക്ക് വേണ്ടി പാകിസ്ഥാനിൽ നിന്നോ ചൈനയിൽ നിന്നോ ആരെങ്കിലുമൊക്കെ ഇന്ത്യയിൽ വരികയാണെങ്കിൽ അവർ വരുന്നത് അവരുടെ ഐഡൻറ്റിറ്റി, വ്യക്തിത്വമൊക്കെ മറച്ചു വെച്ചുകൊണ്ടായിരിക്കും. നമ്മുടെ നാട്ടിൽ വന്ന് അവരൊരു വീട് പൊറിയെടുത്ത് താമസിക്കുമ്പോൾ ഒരു ബോർഡ് വെക്കുന്നതൊക്കെ പാകിസ്ഥാൻ ചാരൻ എന്ന് പറഞ്ഞ് വെക്കുകയല്ല. അവരെന്തെങ്കിലും ഇവിടെ ഒരു വലിയ ഉദ്യോഗസ്ഥൻ അങ്ങനെ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കും, എന്നിട്ട് ഇവിടെ നിൽക്കുകയുള്ളൂ. അങ്ങനെ നിന്നെങ്കിലേ അവൻ ഉദ്ദേശിക്കുന്ന തിന്മയുടെ ചാരപ്പണി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ സാത്താൻ്റെ ഒരു ഉന്നവിതാണ് അവൻ്റെ അസ്തിത്വം മറച്ചു വെക്കുക, അവനില്ല എന്നൊരു ചിന്ത കൊടുക്കുക. ഈ ചിന്ത ഇന്ന് ദൗർഭാഗ്യവശാൽ അനേക ദൈവശാസ്ത്രം പഠിച്ച വ്യക്തികളുടെ ഉള്ളങ്ങളിൽ, വിദ്യാഭ്യാസമുണ്ടെന്ന് അഭിമാനിക്കുന്ന വ്യക്തികളുടെ ഉള്ളങ്ങളെല്ലാം കയറി കിടക്കുന്നുണ്ട്. അതിൻ്റെ വിജയം, സഹായം സാത്താന് തന്നെയാണ്.
കാരണം അവനൊരു വ്യക്തിയായിട്ട് ഉണ്ട് എന്ന് ഒരച്ഛൻ വിശ്വസിക്കുന്നില്ല എങ്കിൽ അച്ഛൻ്റെ പക്കൽ വരുന്ന ഏത് സാത്താനിക ഇടപെടലിൽ കുഴഞ്ഞു കിടക്കുന്ന വ്യക്തിയെ കണ്ടാലും കുടുംബത്തെ കണ്ടാലും സാത്താനെ നീ ഇറങ്ങിപ്പോ എന്ന് പറയാൻ ആജ്ഞാപിക്കാനോ പ്രാർത്ഥിക്കാനോ അച്ഛനെ കൊണ്ട് പറ്റിയല്ല. അച്ഛൻ അവിടുത്തെ ഓരോ പ്രശ്നം കാണും, വിഷമം കാണും, അച്ഛൻ പറയും സൈക്കോളജിസ്റ്റിനെ കാണിക്കുക, സൈക്കാട്രിസ്റ്റിനെ കാണിക്കുക, അല്ലാതെ സാത്താനെ ഇറക്കിയോടെ അച്ഛൻ നോക്കുകയല്ല. അപ്പോൾ എവിടെ പോയി? ആർക്ക് പോയി? ദൈവരാജ്യത്തിന് പോയി. ഈശോയ്ക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത്, ഈ സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥന നമ്മൾ പരിഗണിക്കുമ്പം നമ്മൾ ഈ ബോധ്യങ്ങളിപ്പം സ്നേഹമുള്ള സഹോദരങ്ങളെ അച്ഛനോട് പങ്കുവെക്കും. നിങ്ങളിത് കേട്ടെടുക്കുന്നു. ഇത് ബോധ്യപ്പെട്ടെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ഈശോയോട് പ്രതിബദ്ധത കാണിക്കുകയാണെങ്കിൽ ഇനി മേലാൽ നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലുമ്പം രണ്ടാമത്തെ ഭാഗം നമ്മുടെ സഭയുടെ ആധികാരിക പ്രാർത്ഥന കുർബാനക്രമത്തിൽ ചൊല്ലുന്ന പോലെ തന്നെ ചൊല്ലണം. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞ് ആരംഭിച്ചിട്ട് വ്യത്യാസം വരുന്ന അവസാന ഭാഗത്ത് പറഞ്ഞല്ലോ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമെന്ന് പൊതുവായിട്ട് ഒഴുക്കമായിട്ട് പറഞ്ഞാൽ പോരാ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണം. അറിഞ്ഞു തന്നെ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പോഴേ ആ പ്രാർത്ഥന പഠിപ്പിച്ച ഈശോ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന ഈ പ്രാർത്ഥന ദൈവരാജ്യത്തിൻ്റെ ശക്തമായൊരു പ്രാർത്ഥനയാണ്. നരകാര്യത്തിന് എതിരെയുള്ള പ്രാർത്ഥനയാണ്. നരകാര്യത്തിൽ പെടാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന പ്രാർത്ഥനയാണ്. കഴിഞ്ഞ സെഷനിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ഒരു ചിന്ത താത്വികമായിട്ട് പറയുമ്പം അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ് നിറവേറണം എന്ന് പറഞ്ഞു പോകുമ്പം നമ്മുടെ കാര്യങ്ങളെക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ കാര്യങ്ങളല്ല ഇവിടെ പറയുന്നത്. ഇത് ചിന്ത വേണേ വരാം. താത്വികമായിട്ട് ചിന്തിക്കുമ്പം ദൈവത്തിൻ്റെ നാമം പൂജിതമാകണം, ദൈവത്തിൻ്റെ രാജ്യം വരണം, ദൈവത്തിന് മഹത്വം വേണം, അവിടുത്തെ മനസ്സ് നിറവേറണം. അപ്പോൾ നമ്മുടെ കാര്യമൊക്കെ എങ്ങനെയാണ്? ദൈവത്തിന് ഈ പൂജ്യതയും മഹത്വവും ഭരിക്കുന്ന അവസ്ഥയും ഉദ്ദേശിക്കുന്നില്ല നടക്കുന്ന അവസ്ഥയും ഉണ്ടായില്ലെങ്കിൽ ദൈവത്തിന് എന്തോ വിഷമമാണോ, കുറവാണോ, പോരായ്മയാണോ? അപ്പോൾ അങ്ങനെ ഒരു ചിന്ത താത്വികമായിട്ട് വേണമെങ്കിൽ ചിന്തിക്കുന്നവർക്ക് തോന്നാം, നമുക്ക് എന്താ, നമ്മളെല്ലാം ഇവിടെ കീഴ്പ്പെടുത്തി കൊടുക്കണമല്ലോ, അങ്ങനെ ഒരു ചിന്ത. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ നാമം പൂജിതമാകുന്നതും ആ രാജ്യം വരുന്നതും തിരുമനസ് നമ്മുടെ ഉള്ളങ്ങളിലാണെന്ന് പറഞ്ഞല്ലോ. അത് പുറത്തൊരിടത്തുമല്ല, നമ്മുടെ ഉള്ളങ്ങളിലാണ്. ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചു, ദൈവത്തിന് ഇതുവഴിയായിട്ട് ഒന്നും മെച്ചമുട് കിട്ടാനില്ല. മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടുന്നതിൻ്റെ നിറവോടെയുണ്ട്. അത് നമ്മിൽ വരുന്ന നിറവാണ്. നമുക്കാണിതിൻ്റെ മെച്ചം. ഇതേക്കുറിച്ചാണ് പിന്നെ നമ്മൾ ഇപ്പോൾ മത്തായി 6 നമ്മൾ സ്വർഗസ്വനായ പിതാവിനെ പ്രാർത്ഥിച്ച് പഠിപ്പിക്കുന്നത് കാണുന്നത്. ആ അധ്യായം നമ്മൾ വീണ്ടും താഴേക്ക് വായിച്ചു വരുമ്പോൾ നമ്മൾ കാണുകയാണ് 25 മുതലുള്ള വാക്യങ്ങളിൽ ദൈവപരിപാലനെ ആശ്രയിക്കുക. നമുക്കറിയാം, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന ജീവനെക്കുറിച്ചോ ധരിക്കുമെന്ന ശരീരത്തെക്കുറിച്ച് ഉത്കണ്ഠാകുലരാകേണ്ട, ഭക്ഷണം, വസ്ത്രം, ഇതേക്കുറിച്ചെല്ലാം പറയുകയാണ്. എന്ന് പറഞ്ഞു വന്നിട്ട് തന്നെ അവസാനം നമ്മൾ പറയുക 32, 33 വാക്യങ്ങളിൽ, വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്, നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണ്, നിങ്ങൾ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഇത് വീണ്ടും നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച് വായിക്കുകയാണ്. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. നീതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. രാജ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ രാജ്യം അന്വേഷിച്ചേ, അതോടൊപ്പം ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ദൈവരാജ്യ അനുഭവത്തിലേക്ക് ഞാനെന്ന വ്യക്തി കടന്നു വരുമ്പം എൻ്റെ ജീവിതത്തിലാണ് ദൈവപരിപാലനയുടെ അത്ഭുതകരമായ അനുഭവം നിറയുന്നത്. അപ്പോൾ ഈ സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥനയുടെ ഈ 3 യാചനകൾ ആദ്യ ഭാഗത്ത് വരുന്നത് ദൈവത്തിൻ്റെ നാമവും ദൈവത്തിൻ്റെ തിരുമനസ്സും ദൈവത്തിൻ്റെ രാജ്യവുമാണ് ഉണ്ടാകാൻ വേണ്ടി പറയുന്നതെങ്കിലും അത് നമ്മുടെ ജീവിതത്തിലാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് നമുക്കാണ് കരുത്ത് വരുന്നത്. അതാണ് ഈശോ ഇവിടെ പഠിപ്പിക്കുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിലെ നിരവധിയായ മേഖല, പ്രാഥമിക ആവശ്യങ്ങൾ, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അതിൻ്റെ മേഖലകളാണ് ഇവിടെ ഈശോ എണ്ണിപ്പറ നമുക്കറിയാം. അതേപോലെ നിങ്ങൾ ആകുലപ്പെടാതെ, അസ്വസ്ഥപ്പെടാതെ, ഉത്കണ്ഠാകുലരാകാതെ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഈ ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിച്ച് അവിടുത്തെ നീതിയിലേക്ക് കടന്നു വന്നേ. ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് പിതാവിനറിയാം. ആ രാജ്യം അന്വേഷിക്കുമ്പം ഇവയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് കിട്ടും. ദൈവം കൂട്ടിച്ചേർത്ത് തരും. ദൈവത്തിനറിയാം ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന്.
ദൈവത്തിന് അറിയാൻ മേലാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? നമുക്ക് പണ്ട് പാടപ്പെട്ട വാ കീറിയവനറിയാം അത് ഭക്ഷണം വേണമെന്നുള്ളത്. ദൈവമല്ല ഈ വായ ഉണ്ടാക്കിയത്, നമ്മുടെ ഉദരമുണ്ടാക്കിയത്, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മളെക്കാൾ അറിയുന്ന നമ്മുടെ പിതാവാണ്. അവിടുത്തെ രാജ്യം, നമുക്കിതേക്കുറിച്ച് കുറച്ചുകൂടെ വരുന്ന സെഷനിൽ ചിന്തിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസ സ്നേഹമുള്ള സഹോദരരെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.